ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. നമ്മുടെ ബേബീൻ്റെ 40 ആണ്. അപ്പോൾ 40ൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇത് കുറേ ദിവസമായിട്ടോ കഴിഞ്ഞിട്ട്, പക്ഷേ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടല്ലോ. കാരണം നല്ല മഴയും കാര്യങ്ങളൊക്കെ അല്ലേ. മഴ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തർക്ക് പനിയും ജലദോഷം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡിലേ ആയി പോവാനുണ്ടോ. പിന്നെ ബേബി രാത്രി കരച്ചിലൊക്കെ ഇരിക്കും, പിന്നെ മോനാണെങ്കിൽ വാശിയൊക്കെ ഇരിക്കും. അപ്പം അതുകൊണ്ടൊക്കെയാണ് ഡിലേ ആയത്. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ രാവിലെ തന്നെ ഉറക്കപ്പിച്ചിൽ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ എണീക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. പക്ഷേങ്കിൽ തലേദിവസം ബേബി നല്ല കരച്ചിലും അതുപോലെ തന്നെ ഉറങ്ങാൻ രണ്ടരയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എണീക്കാൻ നല്ലോണം ലേറ്റ് ആയിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ 7 മണിയാകുമ്പോഴത്തേക്ക് എണീറ്റിട്ടുണ്ട് കേട്ടോ. ഞാൻ 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ എണീറ്റ് കുളിക്കാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ എണീറ്റപ്പോൾ ഉമ്മ സേമിയത്തിന് വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2-3 പ്രാവശ്യം പൊരിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. ബാക്കിയും കൂടി പൊരിക്കൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പണികളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. സവാളയൊക്കെ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാണിക്കുന്നില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഫാത്തിമയും അതുപോലെ തന്നെ അമ്മീനൊക്കെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു പിങ്ക് ഫ്രോക്കും അതുപോലെ തന്നെ ബാബാ സൂട്ടിൻ്റെ ഒരു പീക്കോക്ക് ബ്ലൂ കളർ കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ നേരെ അകത്തേക്ക് വന്നിട്ട് പിന്നെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റും ഇത് നമ്മളെ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ. പിന്നെ ഓയിലിൽ ഇനിയിപ്പം ഉള്ളി ഫ്രൈ ചെയ്യാനും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് കാക്ക വന്നിട്ടുണ്ട്. കാക്ക ചായപ്പൊടി വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ മേടിച്ച് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ കാക്ക ഇന്ന് ലീവ് കിട്ടിയിട്ടില്ല കേട്ടോ കാക്കക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാക്ക ഷോപ്പിലേക്ക് പോകുന്ന വഴിയിൽ പുരയിലേക്ക് കയറിയതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി എടുത്തു വെക്കണം. അപ്പം അതിന് കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മുമ്പ് അമീനും ഫാത്തിമയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുളിക്കുന്ന ആ ഒരു ടൈമിലായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരെ വീഡിയോയിൽ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ മക്കളൊന്നും സ്കൂളിൽ പോകുന്നുണ്ട്. കാരണം ചൊവ്വാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ സ്കൂളുള്ള ദിവസമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരൊന്ന് ലീവ് ആക്കിപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ ഉമ്മാൻ്റെ ഏട്ടത്തി വന്നിട്ടുണ്ട് കേട്ടോ. പൂത്തതാ കുറേ സാധനങ്ങളും ഡ്രസ്സും അതുപോലെ തന്നെ കുറച്ച് കുക്കറപ്പം അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ട് ഇങ്ങനെ വന്നിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ പഴം ഉണ്ടായിരുന്നു. പൂത്തിൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പഴമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഈ പഴം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കല്ലുണ്ടാവില്ലേ, നമ്മൾ പാറ പോലത്തെ കുഞ്ഞിക്കല്ലില്ലേ, അതുപോലത്തെ ഒരു കല്ലിൻ്റെ പഴമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു ഔഷധമാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മരുന്നൊക്കെയാണ്. പിന്നെ പാഷൻ ഫ്രൂട്ടും പേരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനി കഴിക്കണം. അപ്പോൾ ഇപ്പം എന്തായാലും കഴിക്കാനൊന്നും ഇരിക്കുന്നില്ല കേട്ടോ. പിന്നെ ആ ടൈമിൽ തന്നെ ഇച്ചുവിന് പേരക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഓനിക്ക് പേരക്കൊക്കെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ റൈസിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മസാലക്കുള്ള ഉള്ളിലേക്ക് റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. വാടിയിട്ടൊന്നുമില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സ്വർണ്ണം ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ സ്വർണ്ണം ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സ്വർണ്ണമൊന്നും ഇടുന്നില്ല, ജസ്റ്റ് കാഷ്വലായിട്ട് വളയും കഴിച്ചതിനും അതുപോലെ തന്നെ മഹറും കാര്യങ്ങളും മാത്രമാണ് കേട്ടോ ഇടുന്നുള്ളൂ. പൾസരും അപ്പം ഫുള്ളായിട്ട് ഇടുന്നൊന്നുമില്ല. കാരണം നമ്മളിവിടെ കാസർഗോഡത്തെ പോലെ ഭയങ്കരമായിട്ടുള്ള പരിപാടിയൊന്നും ഇല്ലല്ലോ. പുതിയ ചുരിദാറൊന്നും ഇടുന്നൊന്നുമില്ല കേട്ടോ. സാധാ മാക്സിനെയാണ് ഇടുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് നമ്മൾ സാധാ കാഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഗോൾഡ് മാത്രം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതാണ് കേട്ടോ. എന്തൊക്കെയാണ് അടുക്കളയിൽ പരിപാടി എന്നറിയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നല്ലോ. പിന്നെ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പം അവർ കയറി വരുമ്പോൾ തന്നെ മധുരം കൊടുക്കാന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനിലാണ്. പിന്നെ അരി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടണം. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ ഞാൻ ചായ കുടിക്കാറുണ്ട്, ചായ കുടിക്കല്ലേന്ന് കേട്ടോ. ഞാൻ വെറുതെ എണ്ണയ്ക്കും വേണ്ടിയിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതൊക്കെയായിരുന്നു. പിന്നെ ഇപ്പോഴാണ് കേട്ടോ ശരിക്കും ചായ കുടിക്കുന്നത്. ദോശയും അതുപോലെ തന്നെ മീൻകറിയും കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല മഴയുണ്ട്. അപ്പം ഇവർ വന്ന ആ ഒരു ടൈമിൽ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ ചെറുതായിട്ട് മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാണ്ട് പിന്നെ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ബേബിനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം റോംബെറയായിരുന്നു കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ സെറ്റർ ഇട്ടിട്ടുണ്ട്, കാരണം തണുപ്പല്ലേ. അപ്പോൾ തണുപ്പ് കാരണം സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇച്ചുവിനും ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഓനെ ഉറക്കിയിട്ടുണ്ട്. ബേബീനെ തൊട്ടിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രണ്ടുപേരെയും ഉറക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് എപ്പോഴും ഉറങ്ങുന്ന ആ സമയത്ത് ഉറക്കിയിട്ടില്ലെങ്കിൽ പിന്നെ അവർ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഞാനിട്ടിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. ജസ്റ്റ് അതും കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ റെഡി ആയിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോഴാണ് കൺവെൻഷനൊക്കെ എടുത്ത് സുന്ദരി ആയത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ നേരെ ഞാൻ അങ്ങോട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കാരണം പണിയൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജസ്റ്റ് എല്ലാവരോടും വേഗം
കുളിക്കാനൊക്കെ പറയാൻ വേണ്ടി അങ്ങനെ വരുന്നു. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ചോറൊക്കെ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ പായസം റെഡിയായി, എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കുളിക്കലും അലക്കലും തന്നെയാണ് കേട്ടോ പണിയുള്ളൂ. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ അടുക്കള ഒന്ന് തുറക്കാനും കൂടി ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ മഴയൊന്നുമില്ല. പിന്നെ ഞാനിതാ ഒരു ഗ്ലാസ് പായസമൊക്കെ എടുത്ത് കുടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ച് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം അത് കുടിച്ചു. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനൂസാണ് മുമ്പ് തന്നെ വന്നിട്ടുള്ളത്. മോനും ഉമ്മയും അതുപോലെ തന്നെ മുത്തച്ഛിമാരൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി താഴത്തേക്ക് വരികയാണ്. അപ്പോൾ എല്ലാവരും ബേബീൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ബേബീനെ കാണാൻ വേണ്ടിയിട്ട് ബേബീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കതാ ആസ് യൂഷ്വൽ ഇന്നും മുണ്ടാണ് എടുത്തിട്ടുള്ളത്. ആക്കിപ്പം അവിടെ എല്ലാവരും മുണ്ട് എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പ്രോഗ്രാംസിനൊക്കെ ഇപ്പം മുണ്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പക്ഷെ എന്നാലും എപ്പോഴും ഇടുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കേടല്ലേ. എപ്പോഴും പാൻറ്റൊക്കെ ഇടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. വല്ലപ്പോഴും മുണ്ടൊക്കെ ഇടുമ്പോൾ വലിയ കുഴപ്പമില്ല. സ്ഥിരമായിട്ട് മുണ്ടിടുമ്പോൾ ഒരുമാതിരിയല്ലേ. പിന്നെ ഈ മഴക്കാലം കൂടി ആകുമ്പം മുണ്ടൊക്കെ വേഗം ചളിയാവും കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മൾ ചിന്തിക്കണം. വൈറ്റ് മുണ്ടും കൂടിയല്ലേ, അപ്പം അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതാ പായസമൊക്കെ കൊണ്ട് പോവാണ് കേട്ടോ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും പായസം കൊടുക്കാണ്. വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ പായസം കൊടുക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ പായസമൊക്കെ കൊണ്ട് മൂമ്മ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അതാ കുഞ്ഞിപ്പെണ്ണും ഉണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് പായസം വേണ്ട തോന്നുന്നുണ്ട്, ആളിങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും കോലുമുട്ടയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കോലുമുട്ടയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബി താത്താൻ്റെ കയ്യിലാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇതാ അവരെണീ വരുന്നതിന് കുറച്ച് മുമ്പായിരുന്നു കേട്ടോ ഇച്ചും ബേബിയൊക്കെ എണീറ്റിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ ഇനിയിപ്പം സ്വർണ്ണം ഇടാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ സോഫയിലൊക്കെ ഇരുന്നിട്ടാണ് സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ബേബിക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പം ബേബിക്ക് സ്വർണ്ണം ഇടുന്ന സമയത്ത് ഇച്ചുന് നമ്മൾ സിൽവറിൻ്റെ വെള്ളീൻ്റെ മാലയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലേ പിന്നെ ഓൻ കരയണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഫസ്റ്റ് തന്നെ കരിവളയും അതുപോലെ തന്നെ നമ്മളെ ഇടംവല ഒക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ സ്വർണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആളെ ആ ഒരു ടൈമിൽ വലിയ സീനൊന്നും ഇല്ലായിരുന്നു, കാരണം പെൺകുട്ടിയല്ലേ. അപ്പോൾ അതും കൂടെ ആക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് കരച്ചിലൊന്നും ഇല്ലായിരുന്നു. അതിന് ശേഷം പിന്നെ കുറച്ചാഴ്ച ചെറിയ ചെണുങ്ങലും അതുപോലെ തന്നെ ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആള് കുറച്ച് കരച്ചിൽ തന്നെയായിരുന്നു. നമ്മളെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഈ ഒരു ടൈമിൽ എന്തായാലും കരഞ്ഞിട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ പിന്നെ ഓരോന്നായിട്ട് ഇങ്ങനെ എല്ലാവരും ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഓരോരുത്തരുടെ കയ്യിൽ ഇങ്ങനെ ഓരോന്നൊക്കെ കൊടുത്തിട്ട് ഇടിപ്പിക്കാൻ പറയുകയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം മാഷാ അല്ലാഹ് ബേബിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മുത്തച്ഛന്മാരൊക്കെ കൂടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊക്കെ ഇവിടെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ. കാരണം നമുക്ക് കണ്ടൻറ്റ് വേണമല്ലോ. അപ്പം കുറേ ദിവസമായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ കണ്ടൻറ്റ് കുറവാണ് കേട്ടോ നമ്മൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഉള്ള കണ്ടൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ. പിച്ചുവും ഇതാ പൊന്നും അവിടെ നിന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും കൂടിയിട്ട് കയ്യിൽ കോലുമുട്ടായൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ട് കളിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ്. പിന്നെ ഇതെന്തായാലും അൽഹംദുലില്ലാ റാഹത്തായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളെ 40 റാഹത്തായി കഴിഞ്ഞു. ഇനിയിപ്പം പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. മെയിനായിട്ട് മുടി കളിച്ചിലും അതുപോലെ തന്നെ 40 ആണല്ലോ ഫംഗ്ഷന്. ഇനിയിപ്പം 90 ആകുമ്പോൾ പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുക, അത്രയൊക്കെ തന്നെയാട്ടോ ഉള്ളൂ. അത് പിന്നെ വലിയ ഫംഗ്ഷനും കാര്യങ്ങളൊന്നുമില്ല. ആരെങ്കിലും വന്നിട്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകലാണ് കേട്ടോ പതിവ്. അങ്ങനെ ഇതാ നമ്മൾ പാസരം ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാസരത്തിന് നമ്മൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ സമയത്ത് പാസരമൊക്കെ ഇടുമ്പം ചരടും കൊണ്ടൊക്കെ കെട്ടിയിട്ട് നൂലും കൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ചെറിയ ബേബീസ് അല്ലേ, അപ്പോൾ അവരുടെ കാലിൽ എന്തായാലും പാകാവില്ല. അപ്പോൾ ഇവളേൽ നമ്മൾ അങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഗോൾഡും കാര്യങ്ങളൊക്കെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം അവരിങ്ങനെ ഊരി കളിക്കുമല്ലോ. അപ്പോൾ അതും കൊണ്ട് കേട്ടോ. പിന്നെ ഇതാ ഓരോരുത്തർ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എടുക്കുകയാണ് കേട്ടോ, അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ നിന്നിട്ടും അല്ലാണ്ടും ഒക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ലേ നൂലും കൊണ്ട് കെട്ടണം. അപ്പോൾ നൂലും കൊണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേന്ന് ബേബിൻ്റെ മുഖമൊക്കെ പോയിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മായിനെ കാണാനായിട്ട് ഉമ്മാനോട് അമ്മായിനെ വിളിക്കാൻ പറഞ്ഞു ചെയ്യാൻ വേണ്ടി. അപ്പം അമ്മായി ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം വീഡിയോ ഞാൻ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ ആൾ ഉമ്മച്ചിനെ കുറച്ച് ഇപ്പുറത്തായിട്ട് ചെയ്യുന്നുണ്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ വീഡിയോ ഒക്കെ കുറച്ചൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് അമ്മായിനെ കാണിക്കണമല്ലോ. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെന്നിട്ടുള്ളതായിരുന്നു. പിന്നെ മോനൂസൊക്കെ ഇതാ വണ്ടിയിൽ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കളിയിലും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ബിസി ആയിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണം കേട്ടോ. ഇന്ന് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കണം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബിരിയാണി കഴിക്കാനും. പിന്നെ ഇച്ചുവിന് ഡ്രസ്സൊന്ന് മാറ്റിപ്പിക്കണം കേട്ടോ. ഓനിക്ക് ഉക്ക ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഇതാ ഈ ഡ്രസ്സ് ചെയ്യുന്ന ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുളിച്ച് കഴിഞ്ഞ പാടും. അപ്പം വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം മാലയും ഓക്ക് മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാല ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ആക്കൊരു സങ്കടം വേണ്ട വിചാരിച്ചിട്ട് ഓനിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ബേബിക്ക് കൺവെൻഷൻ ഇതുപോലെ തന്നെ ആക്കും കൺവെൻഷൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓക്ക് എന്താണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ എനിക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓന് ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പം പിന്നെ ഓനെ മുഷിപ്പിക്കാൻ നിൽക്കൂല കേട്ടോ. വേഗം ഓനിക്കും ഇതാക്കി കൊടുക്കും. പിന്നെ ഇതാ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ തന്നെ അവർ പറഞ്ഞു നമുക്ക് ഡ്രസ്സൊക്കെ പൊളിച്ച് നോക്കാം, എന്നിട്ട് അങ്ങനെ പൊളിക്കാൻ കേട്ടോ. ഇത് നമ്മളെ മൂന്നാമത്തെ ബ്രദർ വാങ്ങിയിട്ടുള്ളതായിരുന്നു, സാജിക്കും വൈഫൊക്കെ കേട്ടോ. അപ്പം ഒരു ഉടുപ്പും അതുപോലെ തന്നെ ഷൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഒരു ഗ്രീൻ കളറായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇടണം, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ. പക്ഷേ അവൾ ഇട്ടിട്ടുള്ള ഫോട്ടോസൊക്കെ ഞാൻ എപ്പോഴാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് എനിക്കറിയില്ല. കാരണം ആളെ ഫാദർ ഇതിനായിട്ട് സമ്മതിച്ചിട്ടില്ല ഫേസ് റിവീൽ ചെയ്യാനൊന്നും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാത്തത്. ഇനിയിപ്പം ഇൻഷാല്ലാ ബേബി വലുതാവുമ്പോൾ പിന്നെ അതിനുശേഷം പിന്നെ ഇതായിരുന്നു താത്ത കൊണ്ടുവന്നിട്ടുള്ള ഡ്രസ്സാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ഡ്രസ്സും കൂടിയിട്ട് അൺബോക്സ് ചെയ്യാണ്. അപ്പം കുറച്ച് ആൾക്കാരായിരുന്നു കേട്ടോ, ഇവർ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നു. കാരണം രണ്ടാമത്തെ ബ്രദറിൻ്റെ വീട്ടിൽ അവിടെ എല്ലാവർക്കും പനിയാണ് കേട്ടോ. മക്കൾക്കും പനിയാണ്, പിന്നെ എൻ്റെ ഉമ്മാക്ക് പനിയാണ്. അങ്ങനെ പിന്നെ അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടികളും പിന്നെ താത്താൻ്റെ ഉമ്മയൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവർക്കും വരാൻ പറ്റിയിട്ടില്ല. പിന്നെ കാക്കാക്ക് എന്തായാലും വരാൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ചെറിയ പരിക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റെസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ ആൾക്ക് വരാനും പറ്റൂല. പിന്നെ നമ്മളെല്ലാവരും ആദ്യം ഇവരെ ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ, ബിരിയാണിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊപ്പം തന്നെ ഞാനും ഇരുന്നിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. കാരണം പിന്നെ ബേബിയൊക്കെ കരഞ്ഞാൽ പിന്നെ ഇരിക്കാൻ പറ്റൂലല്ലോ വിചാരിച്ചിട്ട് ഓരോപ്പം തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ നമ്മൾ ആ ദോശ കഴിച്ചതല്ലേ, പിന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എല്ലാവരും കൂടിയിട്ട് ഇതാ ബിരിയാണിയൊക്കെ കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ആദ്യം എൻ്റെ ഫോണൊക്കെ എടുത്തിട്ട് ഫ്രണ്ട് ക്യാമറ ഒക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഓന് കളിക്കുന്നൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിപ്പം എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കാനും നിന്നില്ല കേട്ടോ, ജസ്റ്റ് കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഓനൊപ്പം ആദ്യം കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ, ഉമ്മാൻ്റെ ബ്രദറിൻ്റെ മോനും കൂടി ഉണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ അവരൊക്കെ പോയിട്ടോ, പോകുന്ന ടൈമിൽ നമ്മുടെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തത് ഇങ്ങനെ നമ്മളിങ്ങനെ തുറന്ന് നോക്കുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. വലിയമാക്കും എനിക്കും ഉമ്മാക്കും പൂത്തൂനൊക്കെ എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ ഒന്ന് നോക്കിയിരുന്നു. ജസ്റ്റ് ഏതൊക്കെയൊന്നും എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ, കാരണം ആ ഒരു ടൈമിൽ എൻ്റെ ഫോണ് നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തയ്ക്കാനുള്ളതൊക്കെ ഉമ്മാക്ക് കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്കുള്ള ഡ്രസ്സുകളും ഉണ്ട് കേട്ടോ, ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഫിദ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതാ മാറ്റും അതുപോലെ തന്നെ ബാറ്റ്, ക്രിക്കറ്റ് ബോൾ, ഫുട്ബോൾ അതൊക്കെ കൊണ്ടുവന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബേബീൻ്റെ ഉള്ള ഹെയർ ബാൻഡ് പോലത്തെ അതുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. പിന്നെ മാറ്റ് ആമ്മ കൊടുത്തതാണ് കേട്ടോ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് പിന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇച്ചു ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഓരോ കാര്യത്തിനും ഇങ്ങനെ കരയാണ്, എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് വോയിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞത്. അപ്പം പിന്നെ ഓന് ഉറങ്ങിയിരുന്നു കേട്ടോ. ഇത് വന്ന സമയത്ത് രണ്ടുപേരും ഉറങ്ങിയായിരുന്നു. പിന്നെ ബേബി കുറച്ച് കഴിഞ്ഞപ്പോൾ എണീറ്റു. പിന്നെ ഇച്ചുവിന് ഇതാ ഓള് പോകാൻ നേരത്തെ എണീപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഓള് എണീറ്റ് അവിടെ തന്നെ എനിക്ക് ബാറ്റും ഇതൊക്കെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളൊന്ന് ഉഷാറാക്കിയിരുന്നു. അപ്പോൾ ഇതാൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ബാറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓനും കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്നാണെങ്കിലും ഉപ്പയും മോനൊക്കെ കൂടിയിട്ട് നല്ലോണം കളിക്കും കേട്ടോ, ബാറ്റും ബോളൊക്കെ എടുത്ത് കളിക്കുമ്പോൾ. അതുകൊണ്ട് അവനെന്തായാലും കളിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത് അതൊക്കെ തുറന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനും ഫിദിയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല, കാരണം നമുക്ക് കുറേ സംസാരിക്കാനും കഥ പറയാൻ തന്നെ ഇഷ്ടമാതിരി ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുക്കാൻ അധിക സമയം ഉണ്ടാവില്ല. പിന്നെ ഞാൻ പിന്നെ അതിന് നിന്നിട്ടും ഇല്ല കേട്ടോ, കാരണം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വൈബ് തന്നെ ഇതായിപ്പോവില്ലേ. അപ്പോൾ പിന്നെ നമുക്ക് കാണാനും ഇതാക്കാനൊന്നും പറ്റൂല എന്നൊക്കെ വിചാരിച്ച് പിന്നെ വർത്താനം പറഞ്ഞിരിക്കുന്നത്. വന്നപ്പോൾ മുതലുള്ള വർത്താനം കഥ പറച്ചിൽ തീർന്നത് പോകാൻ നേരത്താണ്. അപ്പോൾ അതുവരെ നമ്മൾ സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ചെറുപ്പം മുതൽ തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഇപ്പോഴും അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം കണ്ടാൽ നമുക്ക് കുറേ സംസാരിക്കാനുണ്ടാവും. അപ്പോൾ അവൾക്കാണെങ്കിലും കഥ പറയാനുണ്ടാവും, എനിക്കാണെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെ ഗ്യാങ്ങിൽ 2 പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ കല്യാണമൊക്കെ കഴിച്ചിട്ട് വേറെ ഓരോ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവർക്ക് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരോടും 40 കാര്യങ്ങളൊക്കെ ഇന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പിന്നെ അങ്ങനെ പിന്നെ ഫിദ ആ ഒരു സമയത്ത് തന്നെ അവളെന്തായാലും വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് വരാൻ പറഞ്ഞപ്പം എല്ലാവരും മിക്കാനും ഫാമിലിയൊക്കെ ഉണ്ടാകുമ്പോൾ ആക്കൊരു മടിയാണ് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അവൾ വൈകുന്നേരം വന്നിട്ടുള്ളത്. അവർ ഇറങ്ങി ഒരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ അവൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അവളെന്താ എത്താതെ വിചാരിച്ച് വിളിച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പോൾ വന്നപ്പോൾ 5 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രാത്രിയാണ് കേട്ടോ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് സംസാരിച്ചു. അങ്ങനെ പിന്നെ രാത്രിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാനും മിക്കൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് എന്തായാലും ഇടാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ സ്ഥിതിക്ക് എന്തായാലും ഇടാൻ വിചാരിച്ചു. അപ്പം പിന്നെ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യും ചെയ്യാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഒന്നും കൂടി ഈ ഒരു ഇതൊക്കെ വീഡിയോ ഒന്നും കൂടി അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ അതാ എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ. അൽഹംദുലില്ലാ എന്തായാലും 40 എന്തായാലും അൽഹംദുലില്ലാ നല്ലോണം കഴിഞ്ഞു കേട്ടോ. അടിപൊളി തന്നെയായിരുന്നു. പിന്നെ മഴയും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല കേട്ടോ. അതന്നെ വലിയൊരു കാര്യമായിരുന്നു. അവർ വന്ന സമയത്താണെങ്കിലും പോകുന്ന സമയത്താണെങ്കിലും മഴയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ഇച്ചൊക്കെ മുട്ടായി വാങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് താഴെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തിട്ടില്ല. പിന്നെ മാത്രമല്ല കുട്ടികളെ കലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അതൊന്നും എടുത്തിട്ടില്ല. കാരണം നമ്മളെ വീട്ടിൽ ഗസ്റ്റ് ഇവർ വന്നതല്ല. അപ്പോൾ നമ്മൾ എന്തായാലും അവരായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ വേണ്ടി ഞാൻ നിന്നിട്ടില്ല. ചെറിയ ചെറിയ ക്ലിപ്സൊക്കെ ആണ് കേട്ടോ മെയിനായിട്ട് എടുത്തിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ സംസാരിക്കുന്നതായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ 40ൻ്റെ വിശേഷം പറ്റിയ ദിവസത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.